Hi learners, welcome to I Plus Training Solutions. LPSA UPSAയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിക്കുന്ന ഏതാനും MCQസും അതിന്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷനും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളുടെ കൃത്യമായ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളുടെ കൃത്യമായ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഓപ്ഷൻ എ അതാണ്. ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ്, മതേതര, പരമാധികാരം, ജനാധിപത്യം, റിപ്പബ്ലിക്. Then ഓപ്ഷൻ സി പരമാധികാരം, മതേതരം, സോഷ്യലിസ്റ്റ്, ജനാധിപത്യ, റിപ്പബ്ലിക്. ഓപ്ഷൻ ഡി സോഷ്യലിസ്റ്റ്, പരമാധികാരം, മതേതര, റിപ്പബ്ലിക്, ജനാധിപത്യം. ഇതിൽ ഏതാണ് കറക്റ്റ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്കുകളുടെ കൃത്യമായിട്ടുള്ള ഓർഡർ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആൻസർ നോക്കാം നമുക്ക്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട്. ഓപ്ഷൻ എ നോക്കൂ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, അപ്പോ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ ഈ ഭരണഘടനയുടെ ആമുഖത്തിന് ഒരു പേരിട്ട് വിളിക്കാറുണ്ട് നമ്മൾ. എന്താണ്? ഭരണഘടനയുടെ ആമുഖം അറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആത്മാവ് എന്നാണ്. എന്താണ്? ഭരണഘടനയുടെ ആത്മാവ്. ഭരണഘടനയുടെ ആത്മാവ് ആണ് എന്ത്? നമ്മുടെ ആമുഖം. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണെന്നറിയോ? N.A. പൽക്കിവാല. N.A. പൽക്കിവാലയാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഭരണഘടനയുടെ ആമുഖം ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇതിനെ അമെൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ പിന്നീട് ഭരണഘടനയുടെ ആമുഖം അമെൻമെന്റ് ചെയ്യാം, അതായത് ഭേദഗതി നടത്താം എന്ന് സുപ്രീം കോടതി വിധിക്കുന്നുണ്ട്. ആ സുപ്രീം കോടതി അങ്ങനെ വിധിക്കുന്നത് 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ്. 1973 കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ, ഞാനിവിടെ വർഷം എഴുതാം. 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് എന്ത്? ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് വിധിക്കുന്നത്. ഭേദഗതി ചെയ്യാമെന്നുള്ള സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നത് 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ്. then അതിനുശേഷം എന്താണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റ്, മതേതരം എന്നീ വാക്കുകൾ എവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്? നോക്കിക്കോളൂ, 42. അടുത്ത ഒരു പോയിന്റ് ആയിട്ട് തന്നെ കണക്കാക്കണേ. 1976 42nd അമെൻഡ് എപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 42nd അമെൻഡ്മെന്റിലൂടെ ഭരണഘടന അതിൽ ആഡ് ചെയ്തിട്ടുള്ള 2 വാക്കുകൾ ഏതൊക്കെയാണ്? ഏതാണ്? സോഷ്യലിസ്റ്റും അതുപോലെ മതേതരം എന്നിലെ വാക്കുകൾ. അതിനോടൊപ്പം തന്നെ ഇന്റഗ്രിറ്റി എന്നുള്ള വാക്കും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആര്? അംഗം അല്ലാതിരുന്ന വ്യക്തിനെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാതിരുന്ന വ്യക്തി ആര് എന്നാണ് ചോദ്യം. നമ്മുടെ
ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, രാജേന്ദ്ര പ്രസാദ് ആണ് ആൻസർ വരുന്നത്. യെസ്, അപ്പോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ഈ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആയിരുന്നു കേട്ടോ. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ഭരണഘടന നിർമ്മാണ സഭയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആയിരുന്നു. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്? അതായത് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയുടെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ വർഷം വരുന്നത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഓക്കെ, ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അംഗങ്ങൾ ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം ആയിരുന്നു ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. ദെൻ KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, മുഹമ്മദ് സാദുള്ള, BL മിറ്റർ, DP ഖൈതാൻ, ഇവരൊക്കെ ആയിരുന്നു മറ്റ് പ്രധാന അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, രാജേന്ദ്ര പ്രസാദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗമായിരുന്നില്ല, മറിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആണ് എന്നങ്ങനെ നമ്മൾ പഠിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ പേര് ചോദിക്കുമ്പോൾ അതില് ഓടിക്കേറി രാജേന്ദ്ര പ്രസാദിനെ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യും. പക്ഷെ അദ്ദേഹം ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരു അംഗം ആയിരുന്നില്ല. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നിട്ടുള്ളത് എന്താണെന്നറിയോ? ഡിസംബർ 9, 1946 അപ്പോ അതിന്റെ സ്ഥിരം അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു? നവംബർ 26, 1949-ലാണ്. ഓക്കെ, ഭരണഘടന അംഗീകരിച്ചത് എന്നായിരുന്നു? ഭരണഘടന അംഗീകരിച്ചത് 1946 നവംബർ 26-നാണ്. എന്നാൽ ഇത് came into force, പ്രാബല്യത്തിൽ വന്നത് എന്നായിരുന്നു? പ്രാബല്യത്തിൽ വന്നത് എന്നായിരുന്നു? എല്ലാവർക്കും അറിയുന്ന ഡേറ്റ് ആണ് 1950 ജനുവരി 26. അതാണ് എന്ത്? നമ്മളുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്? ഓപ്ഷൻ എ 42-ാം ഭേദഗതി 1976, ഓപ്ഷൻ ബി 44-ാം ഭേദഗതി 1978, ഓപ്ഷൻ സി 86-ാം ഭേദഗതി 2002, ഓപ്ഷൻ ഡി 91-ാം ഭേദഗതി 2003. അപ്പൊ ഇതില് ഏത് ഭേദഗതിയിലൂടെയാണ്? നമുക്ക് ഭരണഘടനാ ഭേദഗതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറേ അധികം ക്വസ്റ്റ്യൻസ് LPSCക്കും UPSCക്കും ഒക്കെ ചോദിക്കാറുണ്ട്, HSCക്കും ഒക്കെ ഇത്തരത്തില് ആർട്ടിക്കിൾസും കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റും എല്ലാം തന്നെ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ആൻസർ ഏതാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ആസ് എ ടീച്ചർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് ഇത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 86-ാം ഭരണഘടനാ ഭേദഗതി 2002 നോക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി 86-ാം
ഭരണഘടനാ ഭേദഗതി 2002 വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പഠിക്കുമ്പോഴും അതിന്റെ കൂടെ വർഷം കൂടി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റിൽ ഓപ്ഷൻ 56 ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കൂടെ വർഷം കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ തെറ്റായിട്ട് കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ പോയിന്റുകളും നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ലെവലിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് അതിന്റെ ഓരോ പരമാണുവും മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അത്രയും ലൂപ്പ് ഹോളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓരോ ലൂപ്പ് ഹോളും അടച്ചു വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 21A ഭരണഘടനയിലെ 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ഒരു ആർട്ടിക്കിൾ 21A ഭരണഘടനാ ഭേദഗതിയിലൂടെ 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ 21A വന്നിട്ടുള്ള മാറ്റം? വിദ്യാഭ്യാസം എന്നുള്ളത് മൗലിക അവകാശമാക്കി മാറ്റി. ആർട്ടിക്കിൾ 45 എന്താണ് പറയുന്നത്? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രാരംഭ ശിശു പരിചരണവും വിദ്യാഭ്യാസവും കൊടുക്കണം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 51A ആർട്ടിക്കിൾ 51A അതിന്റെ ബ്രാക്കറ്റിൽ ഒരു കെ കൂടി വരുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 51A ബ്രാക്കറ്റില് കെ കൂടി വരുന്നുണ്ട്, സ്മോൾ ലെറ്റർ കെ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? മാതാപിതാക്കളുടെ മൗലിക കടമയായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക. മാതാപിതാക്കളുടെ മൗലിക കടമയായി കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക. ഓക്കെ, ദെൻ ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പഠിച്ചു പോവാ. RTE ആക്ട് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. 2009 ഇത് നിലവിൽ വരുന്നത്. ദെൻ പ്രാബല്യത്തിൽ വരുന്നത് എന്താണ്? പ്രാബല്യത്തിൽ വരുന്നത് ഏപ്രിൽ 1, 2010. ഏപ്രിൽ 1, 2010 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത്. എന്നാണ് നിലവിൽ വരുന്നത്? 2009 പ്രാബല്യത്തിൽ വരുന്നത് 2010. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതുകൂടാതെ ഇത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? നല്ല ചോദ്യം അല്ലെ? നമുക്ക് നമ്മുടെ എക്സാമിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അത് ഓരോ രാജ്യത്തു നിന്നും നമ്മൾ ഇങ്ങനെ റെഫർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് കടമെടുത്തിട്ടുള്ള കുറച്ചധികം പോയിന്റുകൾ ഉണ്ട് അല്ലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ ഭരണഘടനയിൽ കുറേ കാര്യങ്ങൾ മറ്റു ഭരണഘടനയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന്. അത്തരത്തിലുള്ള ഒന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ഇത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും അതുപോലെ തന്നെ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് എന്നുമാണ് നമ്മുടെ ചോദ്യം. അപ്പോ ഏതാണ് ആൻസർ വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 4ാം ഭാഗം അതുപോലെ അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഓക്കെ, 4ാം ഭാഗമാണ് അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് DPSP അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഏത് തൊട്ടാണ്? ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെ. ഓക്കെ, 36 മുതൽ
51 വരെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം വരുന്നത്. ഈ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ പോലെ കോടതിയിൽ നേരിട്ട് നടപ്പാക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങൾ നൽകുക എന്നുള്ളതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, ദെൻ നമുക്ക് മറ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള കുറച്ച് പോയിന്റുകൾ, അതായത് USA-യിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കേട്ടോ. വേറെയും കുറെ കാര്യങ്ങളുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? USA-യിൽ നിന്നാണ്. ദെൻ അയർലാൻഡിൽ നിന്ന് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ദെൻ ബ്രിട്ടനിൽ നിന്ന് എന്താണ് എടുത്തിട്ടുള്ളത്? പാർലമെന്ററി സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടനിൽ നിന്നാണ് പാർലമെന്ററി സിസ്റ്റം ബോറോ ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്താണ് കടമെടുത്തിട്ടുള്ളത്? ഫെഡറൽ സിസ്റ്റം. ദെൻ റെസിഡ്യൂറി പവേഴ്സ്, അതായത് അവശിഷ്ട അധികാരങ്ങൾ ഉണ്ടല്ലോ, അവശിഷ്ട അധികാരം, കേന്ദ്രത്തിന്റെ അവശിഷ്ട അധികാരം, ഗവർണറുടെ നിയമനം, ഇതൊക്കെ കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ദെൻ ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തിട്ടുള്ളത് കൺകറന്റ് ലിസ്റ്റ്. നമുക്ക് 3 ലിസ്റ്റുകൾ ഉണ്ട് അല്ലെ? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. അതില് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അധികാരപ്പെട്ടിട്ടുള്ള ഒന്നാണ് കൺകറന്റ് ലിസ്റ്റ്. ഇത് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ദെൻ അതുപോലെ ജർമ്മനിയിൽ നിന്ന്, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എമർജൻസി പ്രൊവിഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. ജർമ്മനിനെ എന്താണ് പറയാ? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുക അല്ലെ? അറിയാലോ അല്ലെ? വെയ്മർ ഭരണഘടന. എന്താണ് അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? അടിയന്തരാവസ്ഥ. സംബന്ധിച്ച വ്യവസ്ഥ. ഇനി USSR, സോവിയറ്റ് യൂണിയൻ. USSR-ൽ നിന്ന് എന്താണ് എടുത്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, മൗലിക കർത്തവ്യങ്ങൾ. ഫ്രാൻസിൽ നിന്ന് എന്താണ് എടുത്തിട്ടുള്ളത്? ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് റിപ്പബ്ലിക്കൻ ആശയങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ ആശയങ്ങൾ. അതായത് ഈ ഫ്രാൻസിൽ നടന്നിട്ടുണ്ടായിരുന്ന ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത്. അപ്പൊ ആ ഒരു ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുണ്ട്. ദെൻ ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അവിടെ നിന്ന് കടമെടുത്തിട്ടുള്ളത് എന്താണ്? ഗവർണറിന്റെ പദവി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന്
ഗവർണറിന്റെ പദവി, അതുപോലെ കുറേ അധികം കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ഈ ഫെഡറൽ സിസ്റ്റം കാനഡയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഫെഡറൽ സിസ്റ്റവും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് നമ്മള് ഈ ഫെഡറൽ സിസ്റ്റം രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെന്റർ, അതായത് ശക്തമായ കേന്ദ്രമുള്ള ഫെഡറൽ സംവിധാനം എന്നുള്ളത് കാനഡയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബോറോ ചെയ്തിട്ടുള്ളത്. ഓക്കെ. എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഫെഡറൽ സംവിധാനത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഘടനയും അതുപോലെ പല പ്രായോഗിക വ്യവസ്ഥയും ഇന്ത്യയിൽ നേരിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് തരത്തില്, കാനഡ ഭരണഘടനയുമായിട്ടും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ടും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ഫെഡറൽ സിസ്റ്റം എവിടെ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനഡയിൽ നിന്നാണ് എന്നുള്ളത് ഓർക്കുക. എന്നാൽ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ ഘടനയെ വളരെയധികം സ്വാധീനിച്ച നിയമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. കാനഡയിൽ നിന്ന് ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെന്റർ, അതായത് ശക്തമായ കേന്ദ്രത്തോടു കൂടിയുള്ള ഫെഡറൽ സംവിധാനമാണ് കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുമായി, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ്. ഓപ്ഷൻ ബി, മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഓപ്ഷൻ സി, നിലവിൽ പൗരന്മാർക്ക് 7 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതില് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവന വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അതായത് മൗലിക അവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് എന്തടങ്ങിയിട്ടുള്ളത്? മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയുടെ ഭരണമാണ് ഇതിൽ പറയുന്നത് അല്ലെ? ആണോ? കാനഡയുടെ ആണോ? നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ? യുഎസ്എയുടെ ഭരണഘടനയിൽ നിന്ന്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. നിലവിൽ പൗരന്മാർക്ക് 7 മൗലിക അവകാശങ്ങളാണോ ഇന്ത്യയിലുള്ളത്? ആദ്യ കാലഘട്ടങ്ങളിൽ 7 മൗലിക അവകാശങ്ങളായിരുന്നു. പിന്നീട് 7 എന്നുള്ളത് 6 ആയിട്ട് മാറി. 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന ഒരു അവകാശം, മൗലിക അവകാശം ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു. അതായത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇത് പിന്നീട് ആർട്ടിക്കിൾ 31-ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 31 എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു അവകാശം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. എന്നാൽ ഇത് 44-ാം ഭരണഘടനാ ഭേദഗതി, 44th അമെൻമെന്റ്, 44th അമെൻമെന്റ് വഴി എന്നാണ് വർഷം വരുന്നത്? 1978-ലാണ് കേട്ടോ. 1978-ലെ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വഴി ഇതെന്താക്കി മാറ്റി? മൗലികാവകാശങ്ങളുടെ ഒരു പട്ടികയിൽ നിന്ന് മാറ്റിയിട്ട് പകരം അത് ലീഗൽ റൈറ്റ്, നിയമ അവകാശമാക്കി മാറ്റി. ഓക്കെ. നിയമ അവകാശം.
ആക്കി മാറ്റി. സ്വത്ത് സമ്പാദിക്കാനുള്ളത് ഒരാളുടെ ഭരണഘടനയിലെ മൗലികാവകാശമല്ല, മറിച്ച് അതൊരു നിയമാവകാശമാക്കി മാറ്റി. ഓക്കെ, ദെൻ നിലവില് നമുക്ക് എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? നമുക്ക് 6 മൗലിക അവകാശങ്ങളാണുള്ളത്. പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉള്ളത്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23 മുതൽ 24 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ 29 മുതൽ 30 വരെ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള മൗലിക അവകാശം, അതായത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അല്ലെങ്കിൽ പരിഹാരത്തിനുള്ള അവകാശം. ഓക്കെ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. നമ്മുടെ മൗലിക അവകാശങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ 32. ഈ ഭരണഘടനയുടെ ഈ ആർട്ടിക്കിൾ 32-നെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്. എന്താണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആരാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഡോക്ടർ BR അംബേദ്കർ. കാരണം എന്താണ്? നമുക്ക് ഈ ഭരണഘടന ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും നമുക്ക് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ നേരിട്ട് സമീപിക്കാം. അതിനുള്ള ഒരു പ്രൊവിഷൻ നൽകുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സുപ്രീം കോടതിനെ നേരിട്ട് നമുക്ക് ബന്ധപ്പെടാം. ഏതെങ്കിലും മൗലിക അവകാശങ്ങള്, മൗലിക കടമകളല്ല കേട്ടോ, മൗലിക അവകാശങ്ങള് ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 32. ഓക്കെ, അപ്പൊ മൗലിക അവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസും ആൻസർ എക്സ്പ്ലനേഷനും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കുറച്ചധികം ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.